വിത്തിൻ ഈച്ച് ആൻഡ് എവറി ലിമിറ്റേഷൻ നിങ്ങൾക്ക് സമകാലീന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആരോഗ്യ മേഖലയെ നോക്കി ദിസ് വൺ ഈസ് എ ഫൈനസ്റ്റ് മോഡൽ എന്ന് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനാരിയോയിൽ പറയാൻ കഴിയുമെങ്കിൽ അതിപ്പോഴും കേരളത്തെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ട്? ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു പ്രശ്നം ഒരു തർക്കവുമില്ല. ശ്രീമതി ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് മരണപ്പെട്ടു. 12 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ്. 40 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം ഇപ്പോഴും പൊളിയാതുണ്ട്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതേ കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു കാര്യം ചെയ്തു. എന്താണ് കാര്യം? 3 ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഇപ്പോൾ നടത്തി. ഡൽഹി എയിംസ് കഴിഞ്ഞാൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ ഇന്ത്യയിലെ ഏക പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. എത്ര നേരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നന്മ പറയുമ്പോൾ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല, ആർക്കും. അപ്പൊ എന്താണ് 3 ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പൊതുജനാരോഗ്യ കേന്ദ്രം നമ്മുടെ കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ SK